ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചില്ലി എഗ്ഗ്. ഇത് ഫ്രൈഡ് റൈസിനും ചപ്പാത്തി പിന്നെ പൂരി പിന്നെ പൊറോട്ട ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് താമസിയാതെ തന്നെ പ്രോസസ്സിലോട്ട് പോകാം. 3 എഗ്ഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ പൗഡർ ചേർക്കുക. പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പും ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടിത് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ മുട്ട ഫ്രൈ ചെയ്യുന്നത് പോലെ ഇത് കുറച്ച് കട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വേണ്ടത് ഒരു വലിയ സവാള ഇതുപോലെ വലുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ഗ്രീൻ ചില്ലി പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് വേണം. പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ്, അത് വേണം ഇതിലേക്ക്. പിന്നെ ഒരു മീഡിയം ക്യാപ്സിക്കം ഇതുപോലെ കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതും സവാളയും ഏകദേശം ഒരേപോലെ കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സോസുകളാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, ചില്ലി സോസ് വേണം, സോയ സോസ് വേണം, പിന്നെ ടൊമാറ്റോ സോസും വേണം. പിന്നെ നമ്മൾ മുട്ടയിലേക്ക് ചേർത്ത കുറച്ച് പെപ്പർ പൗഡർ അതും വേണം. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ ഡെലീഷ്യസ് ആയിട്ടുള്ള ചില്ലി എഗ്ഗ് കറി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. മുട്ട ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കിയിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. കട്ടിയിലാണ് മൊരിച്ചെടുക്കുന്നത്, അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ അടി കരിഞ്ഞും പോവും, മോള് വേഗയില്ല, അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ മോള് ഭാഗം പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം നമുക്കൊരു ലിഡ് വെച്ച് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. മോള് ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പോഴേക്കും ആ മുട്ടയുടെ ഭാഗമൊക്കെ ഒഴുകി താഴെ പോവും. ഇപ്പം നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ഇനി കവർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് സ്പൂൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി കൊടുത്താൽ അരികു ഭാഗവും ബാക്കിയുള്ള എല്ലാ സൈഡും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടും. ഈ താഴെ കാണുന്ന അത് കരിഞ്ഞതല്ല കേട്ടോ, കുരുമുളക് പൊടി സെറ്റിലായി മൊരിഞ്ഞതാണ്, അതാണ് കറുത്തതായിട്ട് കാണുന്നത്. ഇനി നമുക്ക് ഒന്ന് പതുക്കെ ഒന്ന് ചരിച്ച് നോക്കാം, മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. കണ്ടോ, നല്ല നന്നായിട്ടിത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഞാനൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തത്. ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം, ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് സവാളയ്ക്ക് വേണ്ട മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് സവാള ഒന്ന് സോട്ടാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. സോയ സോസ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ, ഒന്ന് കുക്കാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. 2 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇപ്പം മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയുടെ നനവിൽ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസാണ് കേട്ടോ. ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത്
കണ്ടതുപോലെ ചെയ്യുക. ഇപ്പോൾ ഈ ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ അധികം നേരം കുക്ക് ചെയ്യരുത്, കാരണം ഇനിയും കുറച്ചുകൂടി പ്രോസസ്സ് ഉള്ളതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് അത് കുക്കായിക്കോളും. അതുകൊണ്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അടുത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മല്ലിയിലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതിലെ പൊടികളും സോസുകളും എല്ലാം ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയും ഇതിലെ എല്ലാ മസാലകളും ഒന്ന് മിക്സ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവറും 1/2 കപ്പ് വെള്ളവുമാണ് ഞാൻ എടുത്തത്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലവറിൻ്റെ കലക്കിയ വെള്ളം ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഞാൻ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിൽ ചൂടുവെള്ളം നേരത്തെ ചേർത്ത സമയത്ത് കുറച്ചുകൂടി ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സെല്ലറി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. തണ്ടും കൂടി ചേർക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇതുപോലെ ചില്ലി ചിക്കൻ, ചില്ലി ഗോബി, ഇതിലൊക്കെ ഈ സെല്ലറി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളും കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഷുഗറാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ എഗ്ഗ് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ നേരം ഇതിനകത്തിട്ട് ഇളക്കില്ല, അതുകൊണ്ടാണ് ഷുഗർ ഇപ്പോൾ ചേർത്തത്. അല്ലെങ്കിൽ ലാസ്റ്റ് തൂക്കിയാൽ മതിയാകും. നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ എഗ്ഗൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേറ്റിൽ വെച്ച് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എഗ്ഗ് കുറച്ച് കട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ ഇതിനകത്ത് കിടന്നാൽ ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്ത് 1 മിനിറ്റ് വേവിച്ചാൽ എഗ്ഗൊക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല യമ്മി ആയിട്ടിരിക്കും. കുറച്ചുകൂടി ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കവർ ചെയ്ത് കുക്ക് ചെയ്താൽ എഗ്ഗൊക്കെ നല്ല യമ്മി ആയിട്ടിരിക്കും. അപ്പോൾ ചില്ലി എഗ്ഗ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് സെർവ് ചെയ്തിട്ടുണ്ട്. ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ചിക്കൻ്റെ പീസ് പോലെ തന്നെ എഗ്ഗിൻ്റെ പീസസ് നമുക്ക് ഓരോന്നും ഇതിനകത്തുനിന്ന് എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ചില്ലി എഗ്ഗ് കറിയാണ് കേട്ടോ ഇത് ഫ്രൈഡ് റൈസിനും പിന്നെ പൊറോട്ട, ചപ്പാത്തി, പൂരി ഇതിനൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് കുറച്ചുകൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്ന സമയത്ത് ചേർത്താൽ, എന്നിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി കിട്ടും. അപ്പോൾ കവർ ചെയ്ത് കുക്ക് ചെയ്താൽ എഗ്ഗൊക്കെ നല്ല യമ്മിയായിട്ടും സോഫ്റ്റായിട്ടും ഇരിക്കും. ഇത് കുറച്ച് ഹാർഡായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ പീസസ് പോലെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് തിക്കായിട്ട് എടുത്തത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് വീട്ടിൽ തന്നെ സൗഖ്യമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.